ഉദാഹരണം പറയാം. റാബിയത്തുൽ അദവിയയുടേതായി ഒരു സംഭവം. റാബിയത്തുൽ അദവിയ ഒരു ദിവസം രാവിലെ മുതൽ മുറ്റത്തിറങ്ങി, താൻ താമസിക്കുന്ന മണ്ഡപത്തിന്റെ ഇരുന്നിട്ട് അങ്ങനെ പരതാൻ തുടങ്ങി. അപ്പൊ അവർക്കൊക്കെ ഒരുപാട് ഖിദ്മത്ത് ചെയ്യുന്ന ആളുകൾ. അപ്പൊ അവരും അന്വേഷിച്ചു എന്താ ഭവതി എന്താ സംഭവിച്ചത്. അപ്പോ പിന്നെ അവരിങ്ങനെ അവസാനം പറഞ്ഞു, എൻ്റെ സൂചി വീണുപോയി, അതുകൊണ്ട് ഞാൻ പിന്നെ സൂചി അന്വേഷിച്ചു. അപ്പൊ അവര് അന്വേഷിച്ചു, എവിടെയാ സൂചി കണ്ടില്ല. അപ്പൊ ഈ ആളുകൾ ചോദിച്ചു, ഭവതി എവിടെയാ സൂചി വീണു പോയത്? അപ്പോൾ സൂചി വീണു പോയത് വീടിനകത്താണ്. അപ്പൊ അവര് കൗതുകപൂർവ്വം ചോദിച്ചു, വീടിനകത്ത് സൂചി വീണു പോയിട്ട് പിന്നെ എന്തിനെവിടെ തരുന്നത്? അപ്പൊ പറഞ്ഞു, വീടിനകത്ത് ഇരുട്ടാണ്, അതുകൊണ്ടാണ് ഇവിടെ സൂചി തരുന്നത്. വീടിനകത്ത് ഇരുട്ടായത് കൊണ്ട് വീടിനകത്ത് വെളിച്ചുണ്ടാക്കണ്ടേ നോക്കേണ്ടത്, ഇവിടെ വെളിച്ചം പുറത്തു വന്നിട്ട് തരുന്നത് എന്തിനാ? അപ്പൊ പറഞ്ഞു, ഇത് തന്നെയല്ലേ നിങ്ങളെയും പണി, നിങ്ങൾ പള്ളിയിലും ചർച്ചിലും സുനഗോഗിലും പോയി പഠിച്ചോനെ തരികയല്ലേ, നിന്റെ വീട് നിന്റെ ഹൃദയല്ലേ, അവിടെയല്ലേ നീ പഠിച്ചോനെ തരേണ്ടത്. അവിടെ ഇരുട്ടാണെങ്കിൽ അവിടെ വെളിച്ചുണ്ടാക്കാനല്ലേ നീ നോക്കണ്ടേ. മനസ്സിലായി? അതാണ് സന്ദേശം. ഇതേ വാക്ക് ജലാലുദ്ദീൻ റൂമിയുടേതായിട്ടുണ്ട്. ഞാൻ സുനഗോഗിൽ പോയി പടച്ചോനെ കണ്ടില്ല, ഞാൻ ചർച്ചിൽ പോയി പടച്ചോനെ കണ്ടില്ല, ഞാൻ പള്ളിയിൽ പോയി, പള്ളിയിൽ ഞാൻ എത്തി നോക്കി, അവിടെയും എവിടെ മൂലം പരതിയിട്ടും പടച്ചോനെ കണ്ടില്ല. അവസാനം ഞാൻ എന്നിലേക്ക് നോക്കി, എൻ്റെ ഹൃദയത്തിന്റെ ഇരുട്ട് ഞാൻ നീക്കിയപ്പോൾ ആ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് പടച്ചോനെ കണ്ടെത്താൻ കഴിഞ്ഞു.